ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മസാല ദോശ ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാനിതാ മാവൊക്കെ അരച്ച് വെച്ചതായിരുന്നു. നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ 3 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നല്ലവണ്ണം ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. മസാല ദോശ ഭയങ്കര ടേസ്റ്റിയാണല്ലോ. നമുക്ക് രാവിലെയും അതേമാതിരി വൈകുന്നേര സമയങ്ങളിലൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ടൈമിനൊക്കെ നമുക്ക് മക്കൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഞാനിതവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇതിലേക്ക് ഇഞ്ചും വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടോ. ഇതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. അതിൻ്റെ ശേഷം നമുക്ക് വലിയ ഉള്ളി ഇതിലേക്ക് അരിഞ്ഞു വെച്ച വലിയ ഉള്ളി ഇട്ട് കൊടുക്കട്ടോ. 3 വലിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തത്. ഒരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി 3 എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ, എന്നാൽ പെട്ടെന്ന് വഴണ്ടി വന്നോളൂ കേട്ടോ. നല്ലവണ്ണം വാടി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും അതേമാതിരി കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിലേക്കുള്ള മഞ്ഞൾപ്പൊടി, കുരുമുളകും പൊടി, ഗരം മസാല ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ. പച്ചമുളക് ചതുക്കി ഇടണം കേട്ടോ. ഞാൻ എൻ്റെ മക്കൾക്ക് കടിക്കും വിചാരിച്ചിട്ട് ഞാൻ അത് ഇട്ടിട്ടില്ല. അതിന് പകരം ഞാൻ മുളകും പൊടി കുറച്ചിട്ട് കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് കിഴങ്ങ് പിഴിഞ്ഞ് വെച്ചിരുന്നു, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ. തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞിട്ട് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. ഇനി ഇതിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പം മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരട്ടോ. ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളകും പൊടി, ഗരം മസാല, കുറച്ച് മുളകും പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. ഞാൻ പറഞ്ഞില്ല, പച്ചമുളക് ഞാൻ ഇട്ടിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെറിയ കുട്ടിയുള്ളതുകൊണ്ട് കടിക്ക് വിചാരിച്ചിട്ട് ഞാനത് ഒഴിവാക്കിയതാണ് കേട്ടോ. ഇവിടെ നമ്മുടെ മസാല ഒക്കെ ഇവിടെ റെഡി ആയിട്ടോ. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ അമർത്താനും എൻ്റെ കൂട്ടുകാർ മറക്കരുത് കേട്ടോ. ഞാൻ പുതിനയിലെ എല്ലാ മല്ലിച്ചപ്പ് അതേമാതിരി കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇവിടെ മാവൊക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പിട്ടില്ലായിരുന്നു കേട്ടോ ഞാൻ. ഇനി ഉപ്പിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മാവിലേക്ക് ഇട്ടു. എന്നിട്ട് ഓരോന്നായിട്ട് നമുക്കിവിടെ ചുട്ടെടുക്കാം. ഞാനിവിടെ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുത്തിട്ടൊന്ന് മടക്കിയെടുക്കണം കേട്ടോ. മസാലയൊക്കെ ഫുള്ളായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. നെയ്യ് ഉണ്ടെങ്കിൽ അത് ആദ്യം തേച്ച് കൊടുക്കുക, അതിൻ്റെ ശേഷം മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ മസാല ദോശ ഇവിടെ റെഡി. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയായിട്ട് നാളെ വരാം.